ഹായ് ഫ്രണ്ട്സ്, ജോർജിയൻ റോഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. മഞ്ഞ് വീണ വഴികളിലൂടെയുള്ള ഈ യാത്ര ഗുദൗരിൽ നിന്ന് പുറപ്പെട്ട് അനനുരി ഫോർട്ടസും ജിൻവാലി റിസർവും ഒക്കെ കണ്ടിട്ട് ആദ്യം ടിബിലിസിയിലേക്കാണ്. അവിടെ നിന്നും കുട്ടേസിയിലെത്തി പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ചിട്ട് റോഡ് ട്രിപ്പ് അവസാനിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കസ്ബഗിയൊക്കെ കണ്ട് നേരത്തെ തന്നെ റൂമിലെത്തിയതുകൊണ്ട് നല്ലതുപോലെ ഉറക്കം കിട്ടി. രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റ് വെളിയിലേക്ക് നോക്കിയപ്പോൾ മഞ്ഞ് പെയ്യുന്നു. മഞ്ഞെന്നാൽ കുട്ടികൾക്കൊരു ഹരമാണ്. അവരെയും വിളിച്ചുകൊണ്ട് താഴെ വന്നപ്പോൾ ഞങ്ങളുടെ ജീപ്പിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നു. അധിക സമയം അവിടെ നിൽക്കാതെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ എങ്ങും തിരക്കുണ്ടായിരുന്നില്ല. വളരെ ചീപ്പായ അക്കോമഡേഷനാണിത്. എങ്കിലും എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഇവിടെ. പാചകം ചെയ്ത് കഴിക്കാനാണ് പ്ലാനെങ്കിൽ അതിനുവേണ്ട എല്ലാ വസ്തുക്കളുമുണ്ട്. കെറ്റിലും ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും ടോസ്റ്ററും കോഫി മേക്കറും നിരവധി പാത്രങ്ങളും ഗ്ലാസുകളും ഒക്കെ അതിഥികൾക്കായി കരുതിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം സൗകര്യമുണ്ട് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഗുദൗരിയോട് വിട പറഞ്ഞ് ടിബിലിസിയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ടിബിലിസിയിൽ അധിക സമയമൊന്നും ചുറ്റിക്കറങ്ങാൻ പ്ലാനില്ല. എല്ലാം പാക്ക് ചെയ്ത് വെളിയിൽ വന്നപ്പോൾ മഞ്ഞ് വീഴ്ച അല്പം ശക്തപ്പെട്ടതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ചുറ്റുവട്ടമെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഞങ്ങളുടെ ജീപ്പിന് മുകളിലും അത്യാവശ്യത്തിന് മഞ്ഞ് വീണിട്ടുണ്ട്. അവസാനം മഞ്ഞൊക്കെ തുടച്ചു മാറ്റി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. മഞ്ഞിൽ കൂടി വണ്ടി ഓടിച്ച് അധികം പരിചയമില്ലാത്തതിനാൽ വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടെയാണ് ഞങ്ങളുടെ യാത്ര. മഞ്ഞിനോടൊപ്പം മഴയും പെയ്യുന്നതിനാൽ ദൂരക്കാഴ്ച തീരെയില്ല. ഇന്നലെ കണ്ട സ്ഥലങ്ങളാണിതെങ്കിലും മഞ്ഞ് വീണതുകൊണ്ട് തീർത്തും പുതിയൊരു സ്ഥലത്തെത്തിയതുപോലുള്ളൊരു ഫീലിംഗ്. വിൻ്ററിലും സമ്മറിലും സ്ഥലങ്ങൾ മഞ്ഞുമൂലം വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഇങ്ങനെയാണ്. അല്പം മുന്നോട്ട് പോയപ്പോൾ നാച്ചുറൽ ഹണി വിൽക്കുന്ന ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടു. ലോക്കൽ ജോർജിയൻ ഹണി വളരെ പ്രശസ്തമായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിനൊരുങ്ങി. കോക്കാഗസ് മൗണ്ടനും ചുറ്റുവട്ടങ്ങളും വളരെ ക്ലീനും പൊല്യൂഷൻ ഫ്രീയും ആയതുകൊണ്ട് തേൻ ഉൽപ്പാദനത്തിന് പറ്റിയ അന്തരീക്ഷമാണിവിടെ. പ്രധാനമായും ലോക്കൽ ഫാമിലീസാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പരമ്പരാഗതമായി കൈമാറി വന്ന രീതികൾ പിന്തുടർന്നാണ് ഇവർ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഹണി ബോട്ടിലിൽ നിൽക്കുന്ന ഷോപ്പാണിത്. നിങ്ങൾ ബാക്ക് പാക്ക് കൊണ്ട് മാത്രമാണ് ജോർജിയയിൽ എത്തിയിട്ടുള്ളതെങ്കിൽ ഹണിയും വൈനും ഒക്കെ വാങ്ങിക്കൊണ്ടു പോകാൻ ശ്രമിക്കരുത്. എയർപോർട്ടിൽ അത് അനുവദിക്കില്ല. ഹണിയൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ കയറി. കുട്ടികൾ വാഷ്റൂമിൽ പോയി വന്നു. ഞങ്ങൾ കഴിക്കാനായി ഡോണറ്റ്സും കോഫിയും ഒക്കെ വാങ്ങി. പെട്രോൾ പമ്പിനോട് ചേർന്ന് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായ ബേക്കറി ഐറ്റംസും ഞങ്ങൾ വാങ്ങി. റോഡിനപ്പുറത്തെ വശത്തായി സോവനിയേഴ്സ് വിൽക്കുന്ന ഒരു ചെറിയ കട വഴിയോരത്തായി ഞങ്ങൾ കണ്ടു. ഏത് നാട്ടിൽ പോയാലും സോവനിയേഴ്സ് വാങ്ങുക എന്നതൊരു ശീലമാണ്. മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് വണ്ടിയിലെത്തി. വണ്ടിയെടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴികളിലൂടെ രാത്രിയിലാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ജോർജിയയിൽ വണ്ടി ഓടിക്കുന്നത് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് തോന്നിയില്ല. എല്ലാവരും വളരെ മാന്യമായാണ് റോഡിൽ പെരുമാറുന്നത്. സാവധാനത്തിൽ സഞ്ചരിച്ചാൽ പിറകിൽ വന്ന് നമ്മളെ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കാനൊന്നും ആരും മെനക്കെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ധൃതിയും കൂടാതെ വളരെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളോട് കാര്യവും പറഞ്ഞ് അവരെ രസിപ്പിച്ചാണ് ഞങ്ങളുടെ യാത്ര. E117 എന്ന ജോർജിയൻ മിലിറ്ററി ഹൈവേയിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഗുദൗരിൽ നിന്ന് ടിബിലിസിയിലേക്ക് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. വെതർ കണ്ടീഷൻസും ട്രാഫിക്കും ഒക്കെ പരിഗണിച്ചാൽ ഏകദേശം 3 മണിക്കൂറിനടുത്ത് സമയമെടുക്കും ടിബിലിസിയിൽ എത്തിച്ചേരാൻ. പോകുന്ന വഴിക്ക് അനനുരി ഫോർട്ടസും ജിൻവാലി റിസർവും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ യാത്രാ പ്ലാനിലുണ്ട്. യാത്ര ചെയ്ത് അവസാനം ഞങ്ങൾ അനനുരി ഫോർട്ടസിലെത്തി. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ചെറിയ തിരക്കുണ്ട് ഇവിടെ. വണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആയ പാർക്കിംഗ് സ്പേസിലേക്ക് കയറ്റിയിട്ടു. പാർക്കിങ്ങിന് നമ്മൾ ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫുഡ് ട്രക്കുകളും കുതിരകളും ഒക്കെ ഉണ്ട് ഇവിടെ.
ശരിക്കും പറഞ്ഞാൽ സന്ദർശകരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആക്ടിവിറ്റീസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പാരാഗ്ലൈഡിങ്ങിനും ബോട്ട് സവാരിക്കും ഒക്കെ അവസരമുണ്ട്. ഫോർട്രസിനോട് ചേർന്ന കോംപ്ലക്സിനുള്ളിൽ 2 ചർച്ചുകളുണ്ട്. 1689 നിർമ്മിച്ച ചർച്ച് ഓഫ് അസംഷനും ചർച്ച് ഓഫ് വേർജിനുമാണിവ. സ്ട്രിക്റ്റ് ആയ ഡ്രസ് കോഡുകളൊന്നുമില്ലെങ്കിലും പള്ളിക്കുള്ളിൽ വീഡിയോ പകർത്തുന്നതിന് എതിരാണിവർ. 17-ാം നൂറ്റാണ്ടിൽ പണിത ഈ ഫോർട്രസ് പലവിധ യുദ്ധങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. മനോഹരമായ ഒരു സ്പോട്ടാണിത്. ഞങ്ങളിവിടെ കുറേ സമയം ചിലവഴിച്ചു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഫാമിലിയായി റിലാക്സ് ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം. മക്കാവ് തത്തകളെ കയ്യിലേൽപ്പിച്ച് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്. ഇതൊക്കെ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളുമുള്ള സ്ഥിരം കാഴ്ചകളായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. എങ്കിലും കുട്ടികളുടെ സന്തോഷത്തിനായി അവരോട് വിലപേശി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ഗോദാവരിയിൽ മഞ്ഞും മഴയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ അതിൻ്റെ ഒന്നും യാതൊരു ലക്ഷണവുമില്ല. ഒരു റീജിയനിൽ തന്നെയാണെങ്കിലും വ്യത്യസ്തമായ കാലാവസ്ഥകൾ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. മുന്നോട്ട് വന്നപ്പോൾ വളരെ പോപ്പുലറായ ഒരു ഫോട്ടോ സ്പോട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ജിൻവാലി റിസർവറിന്റെ സമീപത്തായാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഐ ലവ് ജോർജിയ എന്നൊക്കെ എഴുതി വെച്ച് പല ഷേപ്പിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമുകൾ ഇവിടെയുണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് തങ്ങളുടെ ജോർജിയൻ ട്രിപ്പ് അവിസ്മരണീയമാക്കാൻ ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ചില ഫ്രെയിമുകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ 5-6 വരെ നൽകണം. അരാഗ്വി റിവറിൽ 1985 നിർമ്മിച്ച ജിൻവാലി ഡാം മൂലം രൂപപ്പെട്ട ഒരു മാൻമെയ്ഡ് ലേക്കാണ് ആ കാണുന്നത്. പ്രകൃതിയോട് മികച്ച രീതിയിൽ സംയോജിച്ചിരിക്കുന്നതിനാൽ ഒരു കൃത്രിമ തടാകമാണിതെന്ന് ആരും ഒരിക്കലും പറയില്ല. വാട്ടറിന്റെ കളർ മൂലം വളരെ പ്രശസ്തമാണ് ഈ ലേക്ക്. വൈബ്രന്റായ നീല കളറാണ് ജലത്തിന്. കൂടാതെ മൗണ്ടനും പൈൻ ഫോറസ്റ്റും ഒക്കെ ചേർന്ന് കണ്ണിന് കുളിർമ പകരുന്ന ഒരു ദൃശ്യാനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തിബിൽസിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു ജലസ്രോതസ് ആയതിനാൽ ഈ തടാകത്തിൽ സ്വിമ്മിങ്ങും ബോട്ടിങ്ങും ഒന്നും അനുവദിച്ചിട്ടില്ല. മനോഹരമായ ഈ സ്ഥലത്ത് കുറച്ചു സമയം ചിലവഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും തിബിൽസിയിലേക്കുള്ള യാത്ര തുടർന്നു. സിറ്റിയിൽ നല്ല ട്രാഫിക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് മുന്നിലത്തെ ട്രാഫിക്. എല്ലാവരും ലൈൻ ഡിസിപ്ലിനൊക്കെ പാലിക്കുന്നതുകൊണ്ട് സ്ലോ മൂവിംഗ് ട്രാഫിക്കായിട്ടൂടി ഡ്രൈവിങ്ങിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അധിക സമയം ഈ സിറ്റിയിൽ ചിലവഴിക്കാൻ ഞങ്ങൾക്കില്ല. ഇന്ന് തന്നെ ഞങ്ങൾക്ക് കുട്ടേസിലേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജോർജിയൻ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രശസ്തമായ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ മാത്രം സന്ദർശിക്കുക എന്ന രീതിയിലാണ് ഞങ്ങൾ ട്രാവൽ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അവലബാരി ഡിസ്ട്രിക്റ്റിലെ ഇലിയ ഹില്ലിലാണ് ഈ ചർച്ച്. ചർച്ചിനടുത്ത് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരൽപ്പം അകലെയായി പാർക്ക് ചെയ്തിട്ട് ചർച്ചിലേക്ക് നടന്നു പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നഗരത്തെപ്പറ്റി ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാനും നഗര കാഴ്ചകൾ കാണാനും ഈ കാൽനടയാത്ര സഹായകരമാകുമെന്ന് ഞങ്ങൾ കരുതി. പാർക്കിംഗ് ടിക്കറ്റിനായി ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് കിയോസ്ക് സമീപിച്ചു. ബാങ്ക് ഓഫ് ജോർജിയയുടേതാണ് ഈ സെൽഫ് സർവീസ് ടെർമിനൽ. ജോർജിയൻ ഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷ് ഭാഷയും മെഷീനിൽ അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സും ഗവൺമെൻറ് റിലേറ്റഡ് പേയ്മെൻറ്റ്സും ഒക്കെ നമുക്ക് ഈ മെഷീനിലൂടെ നടത്താം. തിബിൽസി, കുട്ടേസി, ഗോരി, ബത്തൂമി എന്നീ 4 സോണുകളിൽ മാത്രമാണ് പാർക്കിംഗ് ഫീ നൽകേണ്ടത്. ഞങ്ങൾ സോൺ നമ്പരും കാറിൻ്റെ പ്ലേറ്റ് നമ്പരും ഒക്കെ ടൈപ്പ് ചെയ്ത് 3 മണിക്കൂറത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. മണിക്കൂറിന് 1 ലാറി എന്ന നിരക്കിലാണ് ഇവിടെ പാർക്കിംഗ് ഫീ. മുന്തിരി വള്ളികളൊക്കെ പഴത്തിയിട്ടിരിക്കുന്ന റോഡിലൂടെ നടന്ന് ഞങ്ങളങ്ങനെ ചർച്ചിലെത്തി. 1995 നിർമ്മാണം തുടങ്ങിയ ഈ പള്ളിയുടെ പണി 2004 പൂർത്തിയാക്കുന്നത്. അർച്ചിൽ മിൻഡ്യാൻഷ്വി എന്ന ആർക്കിടെക്റ്റ് ആയിരുന്നു പള്ളി രൂപകൽപ്പന ചെയ്തത്.
ഒരു ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചാണിത്. വളരെ ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ക്രിസ്തു മതത്തിന്റെ 2000 വർഷങ്ങളുടെ ചരിത്രവും ഓർത്തഡോക്സ് സഭയുടെ 1500 വർഷങ്ങളുടെ ഓർമ്മയും നിലനിർത്താൻ വേണ്ടിയാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. തിബിൽസി സ്കൈലൈനിലെ പ്രധാന ആകർഷണമായ ഈ ചർച്ച് നഗരത്തിന്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. പള്ളിക്കുള്ളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പലരും മെഴുകുതിരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ടിബിൽസി എന്ന സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുട്ടേസിയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി. ഇന്നലെ താമസിച്ചാണ് കുട്ടേസിയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇന്നൽപ്പം താമസിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ജോർജിയയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണിന്ന്. അധികം സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നില്ല. കുട്ടേസി വളരെ മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് പ്രകൃതി ഭംഗി ഏറെ ആസ്വദിക്കാൻ കഴിയുന്ന മാട്ട്വില്ലി കാന്യോണും പ്രൊമറ്റീസ് കേവും മാത്രമാണ് ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടേസിയിൽ ആദ്യ ദിവസം താമസിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കുന്നത്. രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ വണ്ടിയിൽ തന്നെ വെച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നും സാധനങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ തന്നെ വെച്ചിട്ട് രാത്രി തിരികെ എത്തി ഫ്രഷായി പോയാൽ മതിയെന്നും ഞങ്ങളുടെ ഹൗസ് ഓണർ ഉപദേശിച്ചു. അതിന് പ്രത്യേകിച്ച് കാശൊന്നും വാങ്ങിയതുമില്ല. ഇരുവശത്തും മരങ്ങൾ നിറഞ്ഞ സ്ട്രെയിറ്റ് ആയ റോഡിലൂടെയുള്ള ഈ യാത്ര ഞങ്ങൾ തുടരുകയാണ്. മാട്ട്വില്ലി കാന്യോണിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കുട്ടേസിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട് ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക്. 1 മണിക്കൂറിൽ കൂടുതലുള്ള ഡ്രൈവാണിത്. ജോർജിയയുടെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയായതിനാൽ നമ്മുടെ നാട്ടിലൂടെയുള്ള ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. റോഡിൽ തിരക്കൊന്നുമില്ലെങ്കിലും അധികം വേഗത്തിലല്ല ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജോർജിയയിൽ പേഴ്സിമൺ എന്ന ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് നടക്കുന്ന കാലമാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കാക്കിപ്പഴം എന്ന് വിളിക്കുന്ന ഈ ഫ്രൂട്ട്സിന്റെ നിരവധി മരങ്ങൾ കണ്ടു. ജോർജിയയെ സംബന്ധിച്ചിടത്തോളം കാക്കി ഫ്രൂട്ടിന്റെ കൃഷി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫ്രൂട്ട്സ് പറിച്ചെടുത്ത് മാല പോലെ കൊടുത്ത് വീടിന്റെ മുകളിൽ ഉണങ്ങാൻ വയ്ക്കും. ഞങ്ങൾ അത്തരത്തിൽ കാക്കി ഫ്രൂട്ട്സ് ഉണങ്ങാനിട്ടിരിക്കുന്ന നിരവധി വീടുകൾ കണ്ടു. ഇത്തരത്തിൽ കാക്കി പഴങ്ങൾ ഉണങ്ങുന്നതിനെ പേഴ്സിമൺ ചിറി എന്നാണ് ജോർജിയയിൽ വിളിക്കുന്നത്. 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ഫ്രൂട്ട്സിനെ ഇവർ മാല പോലെ കൊടുത്ത് ഉണങ്ങാനിടും. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ റോഡുകൾ മൂലം ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും റൂറൽ ഏരിയയിലെത്തിയപ്പോൾ റോഡിൽ ഗട്ടറുകൾ കണ്ടു തുടങ്ങി. എങ്കിലും അധികം ദൂരമൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായില്ല. കാലാവസ്ഥ മോശമായതുകൊണ്ട് കാന്യോണിലേക്കുള്ള ബോട്ട് യാത്ര മുടങ്ങി. വളരെ റിമോട്ടായ ചിലയിടങ്ങളിൽ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒന്ന് മാറി. 50 ലാറി കൊടുത്തപ്പോൾ ഞങ്ങളെ ചുറ്റുവട്ടങ്ങൾ കൊണ്ട് കാണിക്കാൻ വേണ്ടി ജോർജിയക്കാരനായ ഒരു ഡ്രൈവർ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷൂ മാക്കർ എന്ന വിളിപ്പേരുള്ള ഈ അമ്മാവനോടൊപ്പമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഷൂ മാക്കർ എന്ന വിളിപ്പേര് എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. ഒരു ഫോർമുല 1 റേസിംഗ് കാർ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ജോർജിയയുടെ മലയോര റോഡുകളിലൂടെ അദ്ദേഹം വണ്ടി പായിക്കുന്നത്. ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാവുന്ന റോഡിൽ ഇടയ്ക്ക് എതിർദിശയിൽ വന്ന വണ്ടികൾ റിവേഴ്സൊക്കെ എടുത്ത് ഷൂമാക്കറിന് കടന്നു പോകാൻ വേണ്ടി വഴിയൊരുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഷൂമാക്കറിന്റെ ആദ്യത്തെ പിറ്റ് സ്റ്റോപ്പിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് അദ്ദേഹം മുന്നോട്ട് നടന്നു. ഇതിനിടയ്ക്ക് തനിക്ക് ഇന്ത്യയോടുള്ള സ്നേഹം വെളിപ്പെടുത്താനായി മൂപ്പരൊരു പാട്ടൊക്കെ പാടി തന്നു. നടന്ന് നടന്ന് ഞങ്ങളൊരു ഇരുമ്പ് പാലത്തിന് മുന്നിലെത്തി.
പാലത്തിന് മുകളിൽ നിന്നുമുള്ള കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. വളരെ മനോഹരമായ ഒരിടം. ഞങ്ങളുടെ വണ്ടിയിലാണ് എക്സ്പ്ലോർ ചെയ്തിരുന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങളിവിടെ എത്താൻ സാധ്യത ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സമയക്കുറവുള്ള സ്കെഡ്യൂളിൽ. പാലത്തിന് താഴെ ഒരു ചെറിയ കടയുണ്ട്. നമ്മുടെ നാട്ടിലെ തട്ടുകടകളുടെ പോലത്തെ ഒരു സെറ്റപ്പ്. കുറേ സ്ത്രീകളാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. Khachapuri με grillιά, river fish, chicken barbecue, house chicken ala chicken, chicken meat potato, yippee. വെസ്റ്റേൺ ജോർജിയയിലെ പ്രശസ്തമായ മെഗ്രീലിയൻ ക്യൂസിനാണ് ഇവരുടേതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഡിഷസാണ് ഇവരുടേത്. കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പോംഗ്രനേറ്റ് ജ്യൂസ് വാങ്ങി. കച്ചാപ്പൂരി ട്രൈ ചെയ്യാൻ അവർ ഞങ്ങളെ നിർബന്ധിച്ചു. കസ്ബഗയിൽ നിന്ന് മുമ്പ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആദ്യം ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കച്ചാപ്പൂരി ഞങ്ങൾ ഓർഡർ ചെയ്തു. സത്യത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു ഫലം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കച്ചാപ്പൂരി എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾ നയനമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് എത്തിച്ചേർന്നത്. തണുത്ത കാലാവസ്ഥയിൽ മനോഹരമായ ആ വെള്ളച്ചാട്ടം ഞങ്ങൾ മതിയാവോളം കണ്ടു നിന്നു. ഷൂമാക്കറിനോടൊപ്പം തിരിച്ചു നടക്കുമ്പോൾ ജോർജ് എത്ര മനോഹരമാണെന്ന് ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിലും അറിയുമായിരുന്നില്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു. പാലത്തിന് താഴെ വെള്ളത്തിലൂടെ കന്നുകാലികൾ റോഡ് മുറിച്ച് കിടക്കുന്നു. ഒഴുകി വരുന്ന വെള്ളത്തിൽ റോഡ് മൂടി കിടക്കുന്നുണ്ടെങ്കിലും പലരും അവരുടെ വണ്ടിയിൽ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട്. ഷൂമാക്കർ പിന്നീട് ഞങ്ങളെ ഒരു ചെറിയ ഡാം കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. വളരെ ശക്തമായി ജലം പ്രവഹിക്കുന്നതിനാൽ വളരെ നോയ്സിയായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും കാഴ്ചകൾ തങ്ങളുടെ മൊബൈൽ ഫോണിലും ക്യാമറയിലും ഒക്കെ പകർത്തി ജോർജിയൻ ട്രിപ്പ് ആസ്വദിക്കുകയാണ്. ഷൂമാക്കർ ഞങ്ങളെ മറ്റൊരു വെള്ളച്ചാട്ടം കാണിക്കാനായി പുതിയൊരു ലൊക്കേഷനിൽ എത്തിച്ചു. കാറൊക്കെ മുകളിൽ പാർക്ക് ചെയ്ത് കുറച്ച് നടന്ന് താഴേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയൂ. കുട്ടികളോടൊപ്പം ഞങ്ങളങ്ങനെ താഴെ എത്തി. ഇവിടെയൊക്കെ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ നടന്നത്. കുട്ടേസി എത്രത്തോളം മനോഹരമാണെന്ന് മനസ്സിലാക്കാൻ ഈ 1-2 വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള സന്ദർശനം തന്നെ ധാരാളം. ഇന്ന് രാത്രി തിരിച്ച് അബുദാബിയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് അധിക സമയം പാഴാക്കാതെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു. മറ്റൊരു പ്രധാന അട്രാക്ഷനായ പ്രൊമിത്യൂസ് കേവ് കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ യാത്ര. ഏകദേശം 50 കിലോമീറ്ററിലധികം വരും അവിടേക്ക് എത്താൻ. 1 മണിക്കൂറിലധികം സമയമാണ് യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. E60 ഹൈവേയിൽ കൂടി സഞ്ചരിച്ച് ലോക്കൽ റോഡുകളൊക്കെ താണ്ടി കുമിസ്താവി എന്ന വില്ലേജിലെത്തണം. ഈ വില്ലേജിലാണ് കേവ് സ്ഥിതി ചെയ്യുന്നത്. ജോർജിയയുടെ ഇമിറേത്തി റീജിയനിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേവിലേക്ക് സന്ദർശകരെ അനുവദിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ കേവിലേക്ക് പ്രവേശനമുണ്ടാവില്ല. 6 മണിക്ക് മുമ്പ് എത്തണമെന്നുള്ളതുകൊണ്ട് ധൃതി പിടിച്ചാണ് ഞങ്ങളുടെ യാത്ര. 4:45 ആയപ്പോൾ ഞങ്ങൾ കേവിന് മുന്നിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേവിന് മുമ്പിലെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ ഞങ്ങളെ അവർ നിരാശയോടെ മടക്കി അയച്ചു. അങ്ങനെ കേവ് കാണാൻ കഴിയാത്തതുള്ള സങ്കടത്തോടെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി. നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ ടൂറിസ്റ്റ് സ്പോട്ടിൽ കാണുന്ന ഒരു വഴിയോര കച്ചവട സ്ഥാപനമാണിത്. ലോക്കൽ മെയ്ഡായ ഹണിയും വൈനും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളെ ആകർഷിച്ചത് ജോർജിയൻ സ്നിക്കേഴ്സ് എന്നറിയപ്പെടുന്ന ചർച്ച് കേല എന്ന സ്വീറ്റാണ്. മാവും മുന്തിരിയും കലർന്ന മിശ്രിതത്തിലേക്ക് വാൽനട്ടോ ഹാസിൽനട്ടോ ആൽമണ്ടോ ഒക്കെ മുക്കി ചരട് പോലെ കൊരുത്തെടുത്ത് ഉണക്കിയാണ് ഇതുണ്ടാക്കുന്നത്. ജോർജിയയിലെ സൈനികരൊക്കെ പണ്ടുകാലത്ത് ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോയിരുന്നു. ഒരു എനർജി ബൂസ്റ്റിംഗ് ഫുഡായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതോടൊപ്പം തെക്ലാപ്പി എന്ന മറ്റൊരു ജോർജിയൻ സ്വീറ്റ് കൂടി ഞങ്ങൾ രുചിച്ചു നോക്കി. പ്ലമ്മോ ആപ്രിക്കോട്ടോ പീച്ചോ ഒക്കെ വെച്ചുള്ള മിശ്രിതം സ്പ്രെഡ് ചെയ്ത്
ഒരു തിൻ ലെയറാക്കി ഉണക്കിയെടുക്കുന്നതാണിവ. അങ്ങനെ ഞങ്ങളുടെ ജോർജിയൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. രാത്രി ഞങ്ങൾ എയർപോർട്ടിലെത്തി വണ്ടി റെന്റേക്കാർ കമ്പനിയുടെ ഏജൻസിനെ ഏൽപ്പിച്ച് UAE മടങ്ങി. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.